ശരി, പ്രസാദിലേക്ക് പോവാം. എ റഹീമിൻ്റെ കോള് കട്ടായിട്ടുണ്ട്. പ്രസാദ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, അതായത് ഇത് തന്നെയാണ്, കഴിഞ്ഞ ഇത്ര കാലം സംഭവിച്ചിട്ടില്ലാത്ത ഇത്തരത്തിൽ ഒരു വിമർശനവും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ആരാണ് സ്വീകരിക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം, കൃത്യമായ മാധ്യമധർമ്മം, അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കലാപാഹ്വാനമില്ല, വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു വാക്ക് പോലുമില്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികാരം തീർക്കുന്നത്? മെറ്റയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്കെതിരെ എന്തിനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പ്രസാദ്? ഷിഹാസെ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വി ഡി സതീശനൊപ്പമുള്ള വീഡിയോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും 136 ഗ്രാം MDMA കൈവശം വെച്ച അതേ യൂത്ത് കോൺഗ്രസ് നേതാവ് പങ്കുവച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വി ഡി സതീശനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. വി ഡി സതീശൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അതിൽ മറുപടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്ത അത് പിൻവലിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതുപോലെ വാർത്ത പിൻവലിക്കുന്നു, കാർഡ് പിൻവലിക്കുന്നു, മെറ്റ വഴി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് വി ഡി സതീശനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം പിൻവലിക്കാനുള്ള ഒരു നീക്കമാണ് പ്രധാനമായും നടത്തുന്നത് എന്നതാണ്. അതിൽ വിഴിഞ്ഞത്ത് കാണാതായ, കടലിൽ കാണാതായ ജോണിൻ്റെ മകൾ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനയും പിൻവലിക്കാനുള്ള ഒരു നീക്കം അത് കേന്ദ്ര സർക്കാരിൽ ഇടപെട്ട് മെറ്റ വഴി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അതിൽ സർക്കാരിന് വിമർശിക്കുന്ന ഭാഗം അത് നീക്കം ചെയ്യുന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചില നേതാക്കളുടെ, പ്രത്യേകിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന, നേരത്തെ ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന, അതുപോലെ പി ജയരാജൻ്റെ പ്രസ്താവന, അങ്ങനെ സർക്കാരിനെതിരെ എന്തൊക്കെ വരുന്നോ അത്തരം പ്രസ്താവനകളെല്ലാം മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയാണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇത് സമീപകാല കേരളത്തിൽ ഒരിക്കലും കാണാത്തതാണ് എന്നതാണ്. നേരത്തെ അടിയന്തരാവസ്ഥയുടെ കാലത്താണ് വാർത്തകൾ സെൻസർ ചെയ്യുന്നത്, അതായത് ഭരണകൂടത്തിനെതിരായി വരുന്ന വാർത്തകളെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുന്നത് പ്രധാനമായും നേരത്തെ അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. ഇവിടെ ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും വരുന്ന വാർത്തകൾ, ആ വാർത്തകളെ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ കൂട്ടുപിടിക്കുന്നു, മെറ്റയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. വളരെ ചുരുങ്ങിയ സമയത്തിനിടയിൽ നമ്മുടെ 9 വാർത്തകളാണ് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ നിന്ന് മെറ്റ പിൻവലിച്ചത്. ഉറപ്പായും അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായുള്ള വി ഡി സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമുണ്ടാകുന്ന വാർത്തകൾ കേന്ദ്ര സർക്കാർ വഴി മെറ്റ വഴി ഇടപെട്ട് പിൻവലിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഷിഹാസ്. ശരി പ്രസാദ്, ഞാൻ സായ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. സായ്, നമുക്കറിയാം ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുറത്തു വരുന്ന അതിന്റെ ആ ഒരു പട്ടികയുടെ കണക്കിൽ ഇന്ത്യ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിർഭയമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ വേട്ടയാടുന്നുണ്ട്. കേരളത്തിൽ തന്നെ ചില മാധ്യമങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടൽ നടന്നിട്ടുണ്ട്. സുപ്രീം കോടതി വരെ പോയി നിയമപോരാട്ടം നടത്തേണ്ടി വരുന്ന ഗതികേട് പലപ്പോഴും ഉണ്ട്. അതായത് നിർഭയമായ മാധ്യമപ്രവർത്തനത്തിന് ശിക്ഷ എന്ന് പറയുന്നത് അതിക്രൂരമായിരിക്കും. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു രീതിയാണ്. ഇപ്പോൾ തന്നെ ഈ CJPയുടെ ജന്തർ മന്ദറിൽ നടന്ന ആ ഒരു സമരത്തിന് പിന്നാലെ ഒരു തുടർ നടപടിയോ മറ്റ് നിയമ നടപടികളോ ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ പിന്നീട് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുന്നു. ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും റീലുകളും ഒക്കെ നിർദാക്ഷിണ്യം റിമൂവ് ചെയ്യുന്നു നമ്മൾ കണ്ടു. അതോടൊപ്പം ഈ അൽഗോരിതം മെറ്റ ഇടപെടുത്തിക്കൊണ്ട് ഈ അൽഗോരിതം മാറ്റി ഈ ഒരു വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്താതിരിക്കാനുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ തന്നെ നടത്തുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഏറ്റവും ശക്തമായി ആരാണ് ഈ രാജ്യത്ത് പോരടിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് രാഹുൽ ഗാന്ധിയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്, കോൺഗ്രസിന്റെ മുൻ ദേശീയ പ്രസിഡന്റാണ്. അപ്പോൾ അതേ കോൺഗ്രസിന്റെ സർക്കാരല്ലേ ഇവിടെ കേരളം ഭരിക്കുന്നത്? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ്, അതായത് ദേശീയ തലത്തിലൊരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടും എന്നുള്ളതാണോ? അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക സായ്? തീർച്ചയായും ഷിഹാസ്, അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ദേശീയ തലത്തിലടക്കം ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് നടപടിക്കെതിരെയും അതിശക്തമായ പ്രതിഷേധം ഉയർത്തുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ, അവർ ഭരിക്കുന്ന മുന്നണിയുടെ സർക്കാരാണ് ഇவ்விധത്തിൽ മാധ്യമങ്ങൾക്ക് മേൽ നടപടികൾ നടത്തുന്നത്. ഇവിടെ നോക്കൂ ഷിഹാസ്, 24 മണിക്കൂറിനിടെ ഏകദേശം 9-ലധികം വാർത്തകളുടെ കാർഡുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിർദാക്ഷിണ്യം വെട്ടിമാറ്റിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഉപഭോക്താക്കൾക്കും കാണാൻ കഴിയാത്ത രീതിയിൽ അത് പൂർണ്ണമായും മറച്ചുവെക്കുകയാണ്. അതിന് പറയുന്ന കാരണം എന്നുള്ളതാണ്, അത് കൃത്യമായി പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ IT നിയമപ്രകാരം അത് പുറത്ത് സംരക്ഷണം ചെയ്യാൻ, പോസ്റ്റ് ചെയ്യാൻ, അത് ആളുകൾ വായിക്കാതിരിക്കാൻ വേണ്ടിയുള്ള
കാർഡുകളാണ്, അത് അത്തരത്തിൽ കലാപാഹ്വാനം അടക്കം ഉണ്ടാക്കുന്നതിനുള്ള നീക്കമാണ് എന്നുള്ള വകുപ്പിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് മെറ്റ ഈ കാർഡുകൾ നീക്കം ചെയ്യുന്നത്. സ്വാഭാവികമായും മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് ഔദ്യോഗികമായി കിട്ടിയ ഒരു പരാതിയുടെ പേരിലാണ് എന്നാണ് മെറ്റ പറയുന്നത്. അത് ഏതെങ്കിലും 1-2 വാർത്തയല്ല, 9 വാർത്തകളാണ്. ആ വാർത്തകളുടെ സ്വഭാവം എന്നുള്ളത് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമാണ്. അങ്ങനെ മുഖ്യമന്ത്രി വിമർശനങ്ങൾക്ക് അതീതനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജനാധിപത്യ കേരളത്തിൽ ഏറ്റവും ശക്തമായി വിമർശനം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് മാധ്യമങ്ങൾ ആ രീതിയിൽ ശരി സായി, ഞാൻ സായിലേക്ക് തിരിച്ചു വരാം.